വിഴിഞ്ഞം മറയാക്കി വൻ സാമ്പത്തിക തട്ടിപ്പ്. കപ്പൽച്ചാലിൽ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി വള്ളം സജ്ജീകരിച്ചു കൊടുത്തതിനാണ് ഈ ക്രമക്കേട് നടത്തിയത്. വഞ്ചിക്കപ്പെട്ടത് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികൾ, പാവങ്ങൾ. 20 വള്ളങ്ങളുടെ വാടക ഇനത്തിൽ 16,80,000 രൂപ അദാനി പോർട്ട് കൊടുത്തു. വള്ളം നൽകിയ മീൻപിടുത്തക്കാർക്ക് 6,500 രൂപ മുതൽ 8,000 രൂപ വരെ നൽകിയ ശേഷം ബാക്കി പണം ഈ ഉദ്യോഗസ്ഥന്മാർ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തട്ടിപ്പിൻ്റെ രേഖകൾ 24 ലഭിച്ചു. 24 സൂപ്പർ എക്സ്ക്ലൂസീവ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഇന്ന് തട്ടിപ്പിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. ഒരുപാട് തട്ടിപ്പിൻ്റെ കഥകളാണ്. എന്താണ് അദാനി പോർട്ടലിൽ സംഭവിച്ചത്? എസ്കെൻ, രാജ്യത്തിന് തന്നെ അഭിമാനമായ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുന്ന സമയത്താണ് ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വഞ്ചിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തു വരുന്നത്. ആ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന ദിവസമാണ് ഇവരെ വഞ്ചിച്ചുകൊണ്ട് ഈ പണം തട്ടിയിരിക്കുന്നത്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ 24 പുറത്തുവിട്ടിരിക്കുന്നത്. ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യ കപ്പൽ എത്തുന്ന സമയത്ത് ഈ കപ്പൽച്ചാലിൽ നിന്ന് ഈ മത്സ്യത്തൊഴിലാളികളുടെ അടക്കം വള്ളങ്ങൾ മാറ്റുന്നതിന് വേണ്ടി 20 വള്ളങ്ങളെ ക്രമീകരിക്കണമെന്ന് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരുന്നു. ഈ അദാനി ഗ്രൂപ്പ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചതോടുകൂടി മറൈൻ എൻഫോഴ്സ്മെന്റിലെ ചീഫ് ഗാർഡായിട്ടുള്ള അജിത് കുമാർ ഈ ഉത്തരവാദിത്വം സ്വമേധയാ ഏറ്റെടുക്കുകയായിരുന്നു. കാരണം ഒരു കാരണവശാലും ഈ മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്, അതായത് ഫിഷറീസ് വിഭാഗത്തിന് ഈ ലോ ആൻഡ് ഓർഡർ ചുമതല ഏറ്റെടുക്കാൻ കഴിയില്ല. അങ്ങനെ ലോ ആൻഡ് ഓർഡർ ചുമതല സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചട്ടം ലംഘിച്ചുകൊണ്ട് ഇങ്ങനെ 20 വള്ളങ്ങൾ ക്രമപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ ഈ വള്ളങ്ങൾ ക്രമപ്പെടുത്തിയതിന് 16,80,000 രൂപ അദാനി പോർട്ട് പലപ്പോഴായി കൈമാറുകയും ചെയ്തു. പക്ഷേ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വള്ളങ്ങൾ വിട്ടു നൽകിയ മത്സ്യത്തൊഴിലാളികൾക്ക് പക്ഷേ നൽകിയത് 6,500 രൂപ മുതൽ 8,000 രൂപ വരെ മാത്രമാണ് നൽകിയതെന്നുള്ളതാണ്. ബാക്കി തുക ഈ ഉദ്യോഗസ്ഥർ തന്നെ തട്ടിയെടുത്തു. ഇത് ഈ മറൈൻ എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥൻ മാത്രമല്ല, അതിൽ ഈ ഫിഷറീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം സഹായം ഇദ്ദേഹം തേടിയിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഫിഷറീസ് കോസ്റ്റൽ പോലീസ്, അതായത് വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് ഓഫീസറായിട്ടുള്ള സബ് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ എസ്, അതോടൊപ്പം തന്നെ CPO ബിജു, ASI ആയിട്ടുള്ള വേണു എന്നിവരാണ് ഈ പണം പലപ്പോഴായി കൈപ്പറ്റിയത്. ഇവരെല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന സമയത്ത് ഈ കപ്പൽച്ചാലിൽ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി 16,80,000 രൂപ വാങ്ങിയതെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഈ തുക ലഭിക്കാതായതോടുകൂടിയാണ് ഫിഷറീസ് വകുപ്പിന് തന്നെ ഔദ്യോഗികമായി പരാതി നൽകുന്നത്. ആ പരാതിയിൽ മേൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ പണം നൽകാതെ തട്ടിച്ചു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. ഇവർക്ക് ഈ പണം, അതായത് 6,500 രൂപ മുതൽ 8,000 രൂപ വരെ നൽകി. എന്നിട്ട് ഇവരോട് ഈ തുക എഴുതാതെ പകരം റെസീപ്റ്റ് ഒപ്പിട്ട് വാങ്ങി, അതായത് വിരലടയാളം ഉൾപ്പെടെ ഒപ്പിട്ട് വാങ്ങിയതിന് ശേഷം ആ രേഖകൾ ചമച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയതെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും രാജ്യത്തിന് അഭിമാനമായ പദ്ധതി യാഥാർത്ഥ്യമാകുന്ന വേളയിലാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ തന്നെ വഞ്ചിച്ചുകൊണ്ട് ഉദ്യോഗസ്ഥർ പണം തട്ടിയിരിക്കുന്ന സ്കേ. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.